ദുബായിൽ എയർപോർട്ടിൽ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞ് ഒരുപാട് റെസ്യൂമേ പ്രിപ്പറേഷൻ റിക്വസ്റ്റ് ഇവോൾവേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒബ്സർവ് ചെയ്തൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, പലരും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇപ്പം അപ്ലൈ ചെയ്യാൻ പോകുന്ന റോളിലേക്ക് മാച്ചിങ് ആവില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു എൻജിനീയറിങ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ കേരളത്തിൽ വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരായിരിക്കും. പക്ഷേ ഇവിടെ ദുബായിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു റോളിലേക്കാണ്, സിമിലർ ഫീൽഡേ അല്ല. സോ ഇങ്ങനൊരു മാസ് ഓപ്പണിംഗ് വരുമ്പോൾ നമ്മൾ റെസ്യൂമെ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇതിൻ്റെ ടൈലറിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഓൾസോ പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം, സ്കിൽസ് എഴുതുന്ന സമയത്ത് സ്കിൽസിനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആക്കിയിട്ട് എഴുതുമ്പോൾ അതിനെ പ്രയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള നമ്മൾ ഒരു കോഴ്സോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുക. ഇനി ഫ്രഷേഴ്സ് ആണെങ്കിൽ ഇപ്പം നമ്മൾ കോളേജിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അഡീഷണൽ റോൾസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വോളണ്ടിയറിങ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ ആകുന്ന, നമ്മളായിട്ട് അലൈൻ ചെയ്യുന്ന, എന്നാൽ ഈ റോളിലേക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണെങ്കിൽ അതും കൃത്യമായിട്ട് ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ സമ്മറിയും കൃത്യമായിട്ട് ടൈലർ ചെയ്യണം. സമ്മറിക്കകത്ത് കീ ആയിട്ട് ഇവിടുത്തെ ഡിമാൻഡ് എന്താണെന്ന് നോട്ടീസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ആ കീ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആവാനായിട്ട് നോക്കുക. ഒരു 2 സെൻറ്റൻസിൽ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് സമ്മറിയും റീഫ്രേസ് ചെയ്യുക.